നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക, ഇത്രയും ചേർന്ന മേടക്കൂറുകാർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹനില. കുറച്ച് കാര്യങ്ങളിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായിട്ട് ചില ഗുണങ്ങളൊക്കെ ലഭിക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സാഹചര്യങ്ങൾ വരികയും ചെയ്യും. കുട്ടികളുടെ പഠനകാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയെ വളരെ മന്ദഗതി ബാധിക്കുകയും നിങ്ങളുടെ തൊഴിലിൽ മടുപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. കച്ചവട രംഗത്തുള്ളവർ കൂടുതൽ വിപുലമായ രീതിയിൽ പരിശ്രമം നടത്തുക. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സമയം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുകൂലമല്ല. കുടുംബപരമായും ചില പ്രയാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. മനസ്സിന് സംഘർഷമോ പിരിമുറുക്കമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ട കരുതൽ സ്വീകരിക്കുക. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചിരുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാപൂർവം അത് തുടരണം. പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷകളിലും മറ്റു മത്സരങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധാപൂർവം പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ ദൈവാധീനമൊക്കെ ചിന്തിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമായ സമയമാണ്. കർക്കിടക വാവുബലി തർപ്പണങ്ങൾ കൃത്യമായി ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം കർക്കിടക മാസത്തിൽ കഴിഞ്ഞുപോയ വംശപരമ്പരയുടെ സായുജ്യ ഗതിക്കു വേണ്ടി സത്യനാരായണ പൂജ ചെയ്യുന്നതും വളരെ പ്രയോജനം ചെയ്യും.